my channel Easy Learn. So ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ലാസ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ നമ്പർ 9 that is force and laws of motion ഒരു quick introduction നമ്മൾ പഠിച്ചു. So today we are going to continue with the first topic of this chapter, that is balanced and unbalanced forces. So last class ഒരു quick summary എന്താണ്? We said that forces are something that creates motion. Okay, so in the last chapter we had already learned about motion. So motion create ചെയ്യുന്നത് ആരാണ്? Force. So force creates motion. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? Balanced and unbalanced forces. So ഈ വീഡിയോയിൽ we'll focus on balanced forces. Okay, so എനിക്കൊരു ഡൗട്ട്. അതായത് ഇപ്പോൾ ഒരു ബോൾ ഉണ്ട്. ഈ ബോൾ ഇപ്പോൾ റെസ്റ്റിലാണ്. ഓക്കെ, ഒരു ബോൾ ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്, അത് റെസ്റ്റിലാണ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ഇറ്റ് സേസ് ദാറ്റ് ഫോഴ്സ് ക്രിയേറ്റ്സ് മോഷൻ. സോ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു എൻ്റെ ബോൾ റെസ്റ്റിലാണ്. സോ യു വിൽ സേ ദാറ്റ് ഓക്കെ, ഫോഴ്സ് കൊടുത്താലേ മോഷൻ വരുള്ളൂ, ഇവിടെ മോഷൻ ഇല്ല, വിച്ച് മീൻസ് ഇവിടെ ഫോഴ്സ് ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുവാണ്, ഈസ് ദർ എനി ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ബോൾ? ഈ ബോളിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? No ma'am, there is no force acting on this ball because you have said that force creates motion. Since ഇവിടെ മോഷൻ ഇല്ല, which means there is no force. But അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, that is ഫോഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മോഷൻ ഇല്ലാത്തതുകൊണ്ട് ഫോഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവിടെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ. ഉണ്ടെങ്കിൽ തന്നെ വൈ ദിസ് ബോൾ ഇസ് നോട്ട് മൂവിങ്. ഓക്കെ, അവിടെ ഫോഴ്സ് ഉണ്ടോ, ദാറ്റ് വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ഫോഴ്സ് ഉണ്ടെങ്കിൽ വൈ ദിസ് ബോൾ ഇസ് നോട്ട് മൂവിങ്. ഓക്കെ, സോ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം the nature അല്ലേ, earth provides some force. നമ്മളിപ്പോൾ തട്ടിമറിഞ്ഞ് വീഴാത്തത് തന്നെ എന്തുകൊണ്ടാണ്? there is a force that is pulling us towards the earth or that is attracting us. നമ്മൾ എർത്തിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അത് നമുക്കറിയാം എന്താണ്? that is towards the earth and that is gravitational force. that is gravitational force or force of gravity. Let us call it as Fg. Okay, so we have a gravitational force. നമുക്കൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അത് എല്ലാ ഒബ്ജക്റ്റിനെയും താഴത്തോട്ട് വലിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കാരണം, സ്ലിപ്പ് ചെയ്യാത്ത കാരണം, ബിക്കോസ് there is a force that is pulling me or attracting me towards earth. അത് എർത്തിന്റെ ബേസിക് നേച്ചർ ഓഫ് ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയെങ്കിൽ ഈ ബോൾ എന്തുകൊണ്ട് താഴത്തോട്ട് പോയി പോകുന്നില്ല, എർത്തിന്റെ ഉള്ളിലോട്ട് അങ്ങ് പോയി പോകുന്നില്ല? ബിക്കോസ് ഈ ഒരു ഫോഴ്സ്, നമ്മുടെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വേറൊരു ഫോഴ്സും ഉണ്ട്, which is also a natural force. That is the normal force. The normal force അല്ലെങ്കിൽ normal reaction. So that is Fn. You have Fg which is the gravitational force and Fn is the normal force. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒരുപാട് എല്ലാവരും താഴത്തോട്ട് വലിച്ചു കളയാൻ പറ്റുമോ? അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ യു ഹാവ് എ നോർമൽ ഫോഴ്സ്. ആ നോർമൽ ഫോഴ്സ് എങ്ങനെയാണ്? ഈ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ബോളിന്റെ പുറത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്തു. നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത്? മാം പറഞ്ഞല്ലോ ഫോഴ്സ് ക്രിയേറ്റ്സ് മോഷൻ. മോഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഫോഴ്സ് ഇല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അല്ല, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. സോ ഫോഴ്സ് ഉണ്ടായിട്ടും അവിടെ മോഷൻ ക്രിയേറ്റ് ആവുന്നില്ല. അതൊരു ഡൗട്ടാണ് അല്ലേ? ഫോഴ്സ് ഉണ്ട്, ഫോഴ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഉണ്ട്, പക്ഷെ മോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലോ മോഷൻ ഇല്ല. വൈ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ചാപ്റ്ററിലെ കോൺസെപ്റ്റിലോട്ട് പോകണം. നമ്മൾ അവിടെ എന്ത് പഠിച്ചു? ഒരു ഫോഴ്സ് ഈ ഒരു ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്.
which is similar to our net force concept. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചപ്പോൾ നെറ്റ് ഡിസ്റ്റൻസ് പഠിച്ച പോലെ നെറ്റ് ഫോഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? You have a force, gravitation force acting in the downward direction. അപ്പോൾ downward directionൽ ഒരു gravitation force ഉണ്ട്, upward directionൽ ഒരു normal force ഉണ്ട്. ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണ്, but they are opposite. So നമുക്കറിയാം net force എന്ന് പറഞ്ഞാൽ എന്താണ്? You will add all the force in one direction, add all the force in other direction. ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത്രയേ ഉള്ളൂ. അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? Fg മൈനസ് Fn. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് 0. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്? അത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഡെഫിനിഷൻ ടോട്ടലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താണ് പറ്റിയേ? ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്തു സച്ച് ദാറ്റ് ദ ഒബ്ജക്റ്റ് കോസ്ഡ് നോ മോഷൻ, അല്ലെ ഒബ്ജക്റ്റ് ഇസ് സ്റ്റിൽ ഇൻ റെസ്റ്റ്. അങ്ങനത്തെ ഫോഴ്സുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഇസ് കോൾഡ് ആസ് ബാലൻസ്ഡ് ഫോഴ്സസ്. അതായത് a force which can balance out the force in opposite direction and yet remains the body in rest. Okay, അതായത് we have got some force, these forces are said to be balanced. ഇത് ബാലൻസ്ഡ് ആവണമെങ്കിൽ എന്തൊക്കെയാണ്? ഇവർ ഈക്വൽ ആയിരിക്കണം, ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, ഇവർ രണ്ടുപേരും കൂടെ ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ മൂവ്മെന്റ് ഉണ്ടാക്കാൻ പാടില്ല. There should be no motion. Okay, so balanced forces എന്താണ്? The forces which are equal, which act in opposite direction, and they should not cause motion, or the body remains in rest. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ that force is called as a balanced force. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, അപ്പൊ ബാലൻസ്ഡ് ഫോഴ്സിന്റെ ഡെഫിനിഷനും ഈ ബോളിന്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ എടുക്കുവാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളോടിപ്പം അച്ഛനോ അമ്മയോ പറയുകയാണ്, യുവർ പാരൻസ് ആർ ടെല്ലിങ് യു, ഈ ടേബിളില്, ഇതൊരു ടേബിളാണ്, ഈ ടേബിളില് ഒരു ബോക്സ് ഉണ്ട് ഈ ടേബിളിനകത്ത്. നിങ്ങളോട് പറയാണ് ഈ ബോക്സിന് ഇവിടെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം. നിങ്ങളോട് പറയണം ഈ ബോക്സിനൊന്ന് നീക്കാമോ, ഈ എഡ്ജിലോട്ടൊന്ന് എത്തിക്കാമോ എന്ന് പറയണേ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് വന്ന് ഓക്കെ അതിനിപ്പോൾ എന്താണ്, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നൊരു ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്യും. ഓക്കെ, നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതങ്ങ് മൂവ് ചെയ്യണില്ല. നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, പക്ഷെ ഇതങ്ങ് മൂവ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുകയാണ്, ഓക്കെ നമുക്കറിയാം ഫോഴ്സ് ക്രിയേറ്റ്സ് മോഷൻ, എന്നിട്ടും ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അവിടെ മോഷൻ ആക്ട് ചെയ്തില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഓ, അപ്പം അവിടെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു. ഫോഴ്സ് ഇപ്പോൾ ബാലൻസ്ഡ് ആണെങ്കിൽ, അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല, കാരണം അത് ബാലൻസ്ഡ് ആയിപ്പോ. ഓ, ഞാനത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് വേറെ ആരും നിങ്ങൾ അങ്ങോട്ടേക്ക്, നിങ്ങളുടെ അനിയനോ അനിയത്തിയോ ഒന്നും വന്ന് ഇങ്ങോട്ട് തള്ളുന്നില്ല. പിന്നെ എന്ത് ഫോഴ്സ് ആയിരിക്കാം ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ? നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേ, നിങ്ങളുടെ ഫോഴ്സ്, പക്ഷെ ഇവിടെ നിന്നാണെങ്കിൽ എന്തുവാ, ഒരു ഫോഴ്സും ഇല്ല. പക്ഷെ ഉണ്ട്, എന്താണ്? ഈ ഒബ്ജക്റ്റ് ഒരു ടേബിളിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ദിസ് ഒബ്ജക്റ്റ് ഈസ് പ്രസന്റ് ഓൺ എ ടേബിൾ. അപ്പൊ ആ ഒബ്ജക്റ്റിന് നമ്മൾ ഇങ്ങോട്ട് നീൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യുന്ന സമയത്ത്, there is a force of friction that will try to prevent motion, അല്ലേ? ആ ഒരു നിങ്ങളുടെ പുഷിന് ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതിനങ്ങ് ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തുണ്ട്? ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക്, നിങ്ങൾ ഇവിടെ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ എത്ര ട്രൈ ചെയ്താലും
ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ്ഡ് ആവാത്തോളം കാലം എന്തായിരിക്കും, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. കാരണം നമ്മൾ പഠിച്ചു ബാലൻസ്ഡ് ഫോഴ്സസ് എങ്ങനെയാണ്, ഇഫ് യു ആർ അപ്ലൈങ് സെയിം ഫോഴ്സ് ഓൺ ബോത്ത് ഡയറക്ഷൻ, രണ്ട് സ്ഥലത്തും സെയിം ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലായി അത് ബാലൻസ്ഡ് അല്ലാണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അനിയനെ അനിയത്തിനെ കൂടെ വിളിക്കും, എടി വാ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒന്നും കൂടെ പുഷ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലെ, രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും അല്ലേ. അപ്പോ ബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല, അത് പഠിച്ചു. പക്ഷെ അവിടെ ബാലൻസ് അല്ലാത്തൊരു ഫോഴ്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം ഈ ടഗ് ഓഫ് വാർ ടീമുകളില്ലേ, ഈ വടംവലി കളിക്കുന്ന ടീമുകൾ, അവിടെ എങ്ങനെയാണ്, നമുക്ക് ഒരു റോപ്പിനെ പിടിച്ചോണ്ട് വടംവലി, നമ്മൾ ഓണത്തിനൊക്കെ വടംവലി കളിക്കുന്നത് എങ്ങനെയാ, നമ്മുടെ ഒരു സൈഡിൽ കുറേ ആളുകളുണ്ടാവും, മറ്റേ സൈഡിൽ കുറേ ആളുകളുണ്ടാവും. കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് കാണാം രണ്ട് ടീമും സ്ട്രോങ് ആണെങ്കിൽ ഈ വടം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടാവില്ല അല്ലെ, അതായത് ഒരു കോൺസ്റ്റന്റ് ആ പോയിന്റിൽ തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്, രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ് ആയിപ്പോയി, രണ്ടുപേരും ശക്തിയുള്ള ആളുകൾ, അവർ രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായി, ഈക്വൽ ആയി. ഈ രണ്ടുപേരുടെയും ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഉടനെ എന്ത് കണ്ടുപിടിക്കും, നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കും. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്താണ്, 0. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്താണ്, 0 ആണ്. അതായത് if you are having 2 forces or 4 forces or 6 forces, എത്ര number of forces, any number of forces on both the sides such that ഇവിടുത്തെ സമ്മും ഈക്വൽ ആണെങ്കിൽ, that is if both the forces acting are equal and are in opposite direction, it will not cause motion. അപ്പൊ ബാലൻസ്ഡ് ഫോഴ്സസ് മോഷൻ ക്രിയേറ്റ് ചെയ്യുമോ, ഇല്ല. ബാലൻസ്ഡ് ഫോഴ്സസ് വിൽ നോട്ട് കോസ് മോഷൻ. അപ്പൊ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയിൽ ഫോഴ്സ് ഇല്ല എന്നാണോ, നോ, ദർ ഇസ് ഒബ്വിയസ്ലി ഫോഴ്സ് ആക്ടിങ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ടേബിളിന്റെ കേസിനകത്താണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും മാത്രമല്ല, അവിടെ നമ്മുടെ എന്തുണ്ടായിരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നോർമൽ ഫോഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ, ഇത് രണ്ടും നോക്കുമ്പോ ക്യാൻസൽ ആയി പോയി, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇത് രണ്ടും നോക്കുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരുന്നത്. നിങ്ങളൊരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം മനസ്സിലാക്കണം, ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ്. ഫോഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കാം. സോ ബാലൻസ്ഡ് ഫോഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ ക്വിക്ക് സമ്മറി ഓഫ് ദിസ് പാർട്ട് which is the balance force. So balance force ന്റെ ഒരു ക്വിക്ക് സമ്മറി. അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, ഒരു ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്, ഒരു ഹൊറിസോണ്ടൽ ടേബിൾ. എന്നിട്ട് രണ്ട് എൻഡിലോട്ടും സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്തു, എക്സ് ആൻഡ് വൈ. എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടിനെയും സെയിം ഫോഴ്സ് വെച്ച് പുള്ള് ചെയ്തു. അപ്പോഴും നിങ്ങൾക്കറിയാം വേറെ എക്സ്ട്രാ ഫോഴ്സസും അവിടെയുണ്ട്. എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നോർമൽ ഫോഴ്സ്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് എക്സിനെയും വലിക്കുന്നു, വൈനെയും വലിക്കുന്നു. രണ്ടിനെയും ഒരേ ഫോഴ്സ് വെച്ചാണ് വലിക്കുന്നത്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ സമ്മറിയിൽ നമ്മൾ എന്താണ് പറയുന്നത്, the forces that are equal and opposite are called as balanced forces. Balanced forces ന്റെ net force എന്തായിരിക്കും, 0 ആയിരിക്കും. ബാലൻസ് ഫോഴ്സസിന്റെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ there will be no motion. നമ്മൾ അതിന് എന്തൊക്കെ എക്സാമ്പിൾ പഠിച്ചു, we studied about a ball, ഒരു ബോളിനെ കുറിച്ച് പറഞ്ഞു, നമ്മളൊരു ടേബിൾ ഇരിക്കുന്ന ഒരു ബോക്സിനെ കുറിച്ച് പറഞ്ഞു, രണ്ട് സ്ട്രിങ്സ് അറ്റാച്ച് ചെയ്ത് വലിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ടേബിൾ ഒരു ബോക്സിനെ കുറിച്ച് പറഞ്ഞു, ടഗ് ഓഫ് വാർ അല്ലെ വടംവലിയുടെ എക്സാമ്പിൾ പഠിച്ചു. ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് എന്താണ്, രണ്ട് ഡയറക്ഷനിലും ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ അത് ക്യാൻസൽ ഔട്ട് ആയി പോയി, അവിടെ മോഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് ഫോഴ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 9th സ്റ്റുഡൻസ് 8th and 10th വരെ അറിയിക്കുക. നമ്മുടെ വീഡിയോസിൽ ഇനി 8th and 10th ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.